ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 102 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കേരളത്തിലെ വിധിയെഴുത്തിന് ഇനി 8 നാൾ. ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. നാളെ തൃശൂർ പൂരം. പൂരച്ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. ആലപ്പുഴ എടത്വ പഞ്ചായത്തിൽ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 102 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചു. വിധിയെഴുത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് കടന്നുപോകുന്നത്. ഡെസ്ക് റിപ്പോർട്ട്. ജനാധിപത്യപരമായ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. ജനങ്ങളുടെ അർത്ഥവത്തായ പങ്കാളിത്തം കൊണ്ടാണ് മികച്ച നിലവാരത്തോടെയും കൃത്യതയോടെയും തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കാനാകുന്നതെന്ന് അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഖമാണെന്ന് വിശേഷിപ്പിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മികച്ച പങ്കാളിത്തത്തോടെ യുവജനങ്ങൾ തെരഞ്ഞെടുപ്പിന് വിപ്ലവകരമായ നേതൃത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. വോട്ട് ചെയ്യാനെത്തുന്നവർക്കായി ബൂത്തുകളിൽ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് രാജീവ് കുമാർ പറഞ്ഞു. കുടിവെള്ളം, പ്രാഥമിക സൌകര്യങ്ങൾ, വീൽചെയർ, ഹെൽപ്പ് ഡെസ്ക് എന്നിവ ബൂത്തുകളിൽ ഉണ്ടാകും. കെട്ടിടങ്ങളുടെ താഴെനിലയിലാണ് എല്ലാ ബൂത്തുകളും പ്രവർത്തിക്കുന്നത്. വേനൽ ചൂടിനെ വോട്ടർമാരുടെ ജനാധിപത്യ വികാരം അതിജീവിക്കുമെന്ന് രാജീവ് കുമാർ വിശ്വാസം പ്രകടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വിധിയെഴുത്തിന് ഇനി 8 നാളുകൾ മാത്രം. 3 മുന്നണികളും സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണത്തിന് സജീവമാണ്. പൊള്ളുന്ന ചൂടിനെയും വകവയ്ക്കാതെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വികസനത്തിന് വേണ്ട പണം ദുർവിനിയോഗം ചെയ്തതാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. കേരള ഗവൺമെന്റാണ് ഇതിന് കാരണക്കാരെന്ന് സുപ്രീംകോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ണൂർ മട്ടന്നൂരിൽ പറഞ്ഞു. കേരളത്തിലെ സഹകരണ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച പണം തിരിച്ചു നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നിയമജ്ഞരുമായി ഇക്കാര്യം ചർച്ച ചെയ്തുവരികയാണ്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്നാഥ് സിംഗ്. ബിജെപി രാഷ്ട്രീയത്തെ ഫലപ്രദമായി നേരിടാൻ കഴിയാത്ത കോൺഗ്രസ് കേരളത്തിൽ എൽഡിഎഫ് ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നയങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടതെന്ന് യെച്ചൂരി അഭിപ്രായപ്പെട്ടു. അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രവുമായി സന്ധി ചെയ്തിരിക്കുകയാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആരോപിച്ചു. ഇഡിയും ആദായനികുതി വകുപ്പും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തൊടാത്തത് ഇതിന് തെളിവാണെന്ന് അദ്ദേഹം മാനന്തവാടിയിൽ യുഡിഎഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷം സ്വന്തം കുടുംബത്തെപ്പോലെയാണെന്ന രാഹുൽഗാന്ധിയുടെ അഭിപ്രായവും ബിജെപിയെ കേരളത്തിൽ ജയിക്കാൻ അനുവദിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിയും സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടതിന്റെ ഉദാഹരണമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഇരു മുന്നണികളും സൌഹൃദ മത്സരം നടത്തി എന്തിനാണ് നാട്ടുകാരെ കബളിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ചോദിച്ചു. കോൺഗ്രസിനും സിപിഐഎമ്മിനും പരസ്പരം കൈകോർക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗമില്ലെന്നും പ്രസ്താവനയിൽ സുരേന്ദ്രൻ പറഞ്ഞു. മലപ്പുറത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ജില്ലയിലെത്തും. പൊന്നാനി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ 2ാംഘട്ട പര്യടനമാണിത്. തൃത്താല മണ്ഡലത്തിലെ കൂറ്റനാടാണ് ആദ്യ പൊതുയോഗം. തുടർന്ന് തവനൂർ മണ്ഡലത്തിലെ ആലത്തിയൂരും താനൂരും തെരഞ്ഞെടുപ്പ് റാലികളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. ജനവിധിക്ക് 8 ദിവസം മാത്രം ശേഷിക്കെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണത്തിന് തീവ്രതയേറി. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിശ്രമമില്ലാതെ പ്രചാരണ രംഗത്ത് സജീവമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുയോഗങ്ങളിൽ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കുന്നതിൽ 3 മുന്നണികളും മത്സരിക്കുകയാണ്. എൻഡിഎ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കേരളപുരത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷിനായി സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ കഴിഞ്ഞ ദിവസം 2 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്ത് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനു വേണ്ടി രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച ജില്ലയിലെത്തും. സ്വീകരണ പരിപാടികൾ, കുടുംബയോഗങ്ങൾ എന്നിങ്ങനെ പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വാഹന അനൌൺസ്മെന്റുകളിലും പൊതുയോഗങ്ങളിലും വാക്കുകൾക്ക് ചൂടേറിക്കഴിഞ്ഞു.
കണ്ണൂർ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി രാവിലെ കണ്ണൂരെത്തും. ജവഹർ സ്റ്റേഡിയത്തിലെ യുഡിഎഫ് മഹാസംഗമത്തിൽ രാഹുൽഗാന്ധി സംസാരിക്കും. എൽഡിഎഫ് സ്ഥാനാർത്ഥി എംവി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ വൈകിട്ട് കണിച്ചാറിലും ചിറ്റാരിപ്പറമ്പിലും റാലിയിൽ പങ്കെടുക്കും. കോട്ടയം നിയോജകമണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനുവേണ്ടി രാഹുൽഗാന്ധി ഇന്ന് പ്രചാരണം നടത്തും. എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനുവേണ്ടി സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി നാളെ പ്രചാരണത്തിനെത്തും. എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കുവേണ്ടി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും നാളെ മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വൈകിട്ട് കോഴിക്കോട് മുക്കത്ത് റോഡ് ഷോ നടത്തും. ഇതിനുശേഷം ജനങ്ങളുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കും. നരിക്കുനിയിലും പുതിയാപ്പയിലും പൊതുയോഗങ്ങളിലും കുമ്മനം സംബന്ധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് രാവിലെ 8-ന് ആരംഭിക്കും. വോട്ടിംഗ് മെഷീനുകളിൽ സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം എന്നിവ സെറ്റ് ചെയ്ത് മെഷീനുകൾ പോളിംഗിനായി തയ്യാറാക്കി അവ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണിത്. നാളെ തൃശൂർ പൂരം. പൂര വിളംബരമായി ഇന്ന് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയ കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിലെത്തുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കമാകും. നാളെ പൂരദിവസം ആദ്യമെത്തുന്ന കണിമംഗലം ശാസ്താവിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാണ് തെക്കേ ഗോപുരനട തുറക്കുന്നത്. ഇന്നലെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ചമയ പ്രദർശനത്തിനും മാനത്ത് വിരിഞ്ഞ സാമ്പിൾ വെടിക്കെട്ടിനും പതിനായിരങ്ങൾ എത്തിച്ചേർന്നു. നാളെ രാവിലെ 6 മുതൽ ചെറുപൂരങ്ങൾ എത്തിത്തുടങ്ങും. മഠത്തിൽ വരവ് രാവിലെ 11-നും ഇലഞ്ഞിത്തറ മേളം ഉച്ചയ്ക്ക് 2-നും പ്രധാന ചടങ്ങായ കുടമാറ്റം വൈകിട്ട് 4-നും അരങ്ങേറും. പിറ്റേന്ന് പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. പകൽപ്പൂരം കഴിഞ്ഞാൽ ഉച്ചയോടെ ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഇത്തവണത്തെ പൂരത്തിന് സമാപനമാകും. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിന്റെ 33-ാം വാർഷികം രാവിലെ മലപ്പുറം തിരൂരങ്ങാടി വെള്ളിലക്കാട് പത്മശ്രീ ജേതാവ് കെ ബി റാബിയയുടെ വീട്ടിൽ സംഘടിപ്പിക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു, തദ്ദേശഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബൈജു തുടങ്ങിയവർ പങ്കെടുക്കും. റാബിയയെയും വിരമിക്കുന്ന പ്രേരക്മാരെയും ചടങ്ങിൽ ആദരിക്കും. ആലപ്പുഴ ജില്ലയിലെ എടത്വ പഞ്ചായത്തിൽ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. വിളക്കുമരം പാടശേഖരത്തിന് പുറമെ ചെറുതന പഞ്ചായത്തിലെ 3-ാം വാർഡിലും താറാവുകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് ഏവിയൻ ഇൻഫ്ലുവൻസ H5N1 കണ്ടെത്തിയത്. രോഗ സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. പക്ഷിപ്പനി നിലവിൽ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 6 വിക്കറ്റിനാണ് അവർ പരാജയപ്പെടുത്തിയത്. ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30-ക്കാണ് മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്നലെ സീനിയർ സൂപ്പർ ലീഗിൽ ദ ബ്രദേഴ്സ് ക്ലബ്ബ് കണ്ണൂർ മറുപടിയില്ലാത്ത 2 ഗോളിന് ജിംഖാന ക്ലബ്ബിനെ തോൽപ്പിച്ചു. സീനിയർ ഡിവിഷൻ മത്സരത്തിൽ ജൂനിയർ റെഡ് സ്റ്റാർ കണ്ണൂരിനെ 5-1 തകർത്ത് സ്പിരിറ്റഡ് യൂത്ത് ക്ലബ്ബ് ജേതാക്കളായി. ഇന്ന് നടത്താനിരുന്ന മത്സരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ റിമാൻഡ് ചെയ്ത പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു തുടങ്ങി. പ്രതികളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് ഡിഎൻഎ പരിശോധനയ്ക്ക് അയക്കാൻ അന്വേഷണ സംഘത്തിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. മേടമാസ വിഷു പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ രാത്രി നടയടയ്ക്കും. ഇനി ഇടവമാസ പൂജകൾക്കും പ്രതിഷ്ഠാ ദിനത്തിനുമായി മെയ് 14-ന് നട തുറക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 102 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കേരളത്തിലെ വിധിയെഴുത്തിന് ഇനി 8 നാൾ. ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. നാളെ തൃശൂർ പൂരം. പൂരച്ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. ആലപ്പുഴ എടത്വ പഞ്ചായത്തിൽ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.